ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അമ്മ മുഖം നീട്ടി കൊടുക്കുന്നതിന്റെ തെളിവ് വിനയൻ എനിക്ക് കാണിച്ചു തന്നു. അവന്റെ കയ്യിൽ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഞാനത് മുഴുവനും കണ്ടു. ഓ, എന്നിട്ട് അതും വിശ്വസിച്ച് നീ എന്നെ വിചാരണ ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ? എവിടെ വീഡിയോ? ഞാനൊന്ന് കാണട്ടെ. ഞാനത് കണ്ടേ ഉള്ളൂ. എനിക്കത് ഫോർവേഡ് ചെയ്യാനൊന്നും പറഞ്ഞില്ല. അതെന്റെ കയ്യിലിരുന്ന ഞാൻ അമ്മയിൽ നിന്ന് അറിയാതെ അകന്നു പോവും. എനിക്ക് പിന്നെ ആരും ഇല്ലാതായി പോവും. എടാ, വിനയനെ പോലെ ഒരു കാട്ടുകളന്റെ വാക്ക് കേട്ട് സ്വന്തം അമ്മയെ അവിശ്വസിച്ച നിനക്കും ആരും ഇല്ലാതായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഓ എടാ, സ്വന്തം ഭാര്യ വിട്ടുപോയൊരു ദേഷ്യത്തിലെ അവളുടെ അനീതി പെണ്ണിന്റെ അശ്ലീല വീഡിയോ ഉണ്ടാക്കാൻ നോക്കിയവനാ വിനയൻ. അവനാണിപ്പൊ നിന്റെ ഉപദേശകൻ അല്ലടാ. എടാ, ആ തെണ്ടിയുടെ കയ്യില് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് അവൻ ഇത്രയും നാൾ ഇത് മറച്ചു വെച്ചത്? നീയും അനുഭവിയും പിരിയും മുമ്പ് അവരിത് നിന്നെ കാണിക്കായിരുന്നില്ലേ? എന്തുകൊണ്ട് അവൻ ചെയ്തില്ല? അങ്ങനെ ചോദിച്ചാ അതെന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നിനക്കൊന്നും അറിയില്ല. എടാ, നിന്നെ നിന്റെ അമ്മയും തമ്മിൽ അകറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിലൊരുത്തൻ മാത്രമോ വിനയൻ. അവൻ ഈ കുടുംബത്തോടുള്ള വെറുപ്പും വിദ്വേഷവും ചെറുതല്ല. ഇപ്പൊ പോലും സത്യനെയും ചീരുവിനും അവന് സംശയമുണ്ട്. അതിന്റെ പേരിൽ ചീരുവിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ നോക്കിയവനാ അവൻ. എന്നാലും ആ കൊച്ചിനെ വേണ്ടായിരുന്നു. അതും പെൺകുഞ്ഞ. ഒരാൺകുഞ്ഞ് ജനിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന എനിക്കെന്തിനാ ഇത്ര 3 പെൺകുട്ടികൾ? നീ എന്താടാ ആലോചിക്കുന്നേ? അല്ല, അവൻ വേറെ എന്തൊക്കെ നിന്നോട് പറഞ്ഞു? ഇല്ലമ്മേ, സത്യനും ചീരുവിന് സംശയം ഉള്ളത് കൊണ്ടൊന്നും അല്ല ചീരുവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ വിനയം വേണ്ടാന്ന് വെക്കുന്നത്. പിന്നെ അവന് 3ാമത് ജനിക്കാൻ പോകുന്നതും പെൺകുഞ്ഞാ. അത് മാത്രം അവന്റെ പ്രശ്നം. അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ അമ്മ പറഞ്ഞതുപോലെ ആ വീഡിയോ അവന് ഇതുവരെ എന്നെ കാണിക്കാതെ ഇപ്പൊ എന്തിനു കാണിച്ചു എന്നുള്ള സംശയം എനിക്കുമുണ്ട്. അത് ഞാൻ അവനോട് ചോദിച്ചോളാം. വേണ്ടടാ, നീ അവനോട് ഒന്നും ചോദിക്കാൻ പോണ്ട. അവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും ആ വീഡിയോ അവൻ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും വിനയൻ തന്നെ ഇവിടെ വന്ന് നിന്നോട് പറയും. അതുപോലെ അല്ല, അവൻ സത്യം എന്തായാലും എന്നോട് പറഞ്ഞേ പറ്റൂ. എന്നാ നീ വാ. ഉച്ചയ്ക്ക് നീയൊന്നും കഴിച്ചില്ലല്ലോ. അമ്മ നിനക്ക് കഴിക്കാനെടുത്ത് തരാം. വാ. വിനയ, നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നീ വീണ്ടും പഴയ സ്വഭാവം പുറത്തെടുക്കാൻ നോക്കുകയാണോ? ഞാൻ എന്ത് ചെയ്തു എന്നാ മാമൻ പറയുന്നത്? എന്റെ വാക്കിന് ആരും വില കൊടുക്കാതായപ്പോ എനിക്ക് വലിയ സങ്കടം തോന്നി. ആ സങ്കടം മാറാൻ ഒരു കുപ്പി ബിയർ കുടിച്ചു. അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ? ഒരു കുപ്പിയൊന്നും അല്ല, നീ അത്യാവശ്യം നന്നായിട്ട് വീശിയിട്ടാ വന്നത്. അതുപോട്ടെ, ആണുങ്ങളായ ചിലപ്പോ കുടിച്ചെന്നൊക്കെ ഇരിക്കും. നീ എന്തിനാ ചീരുവിനെ കുറിച്ച് ഡോക്ടർ പറയാത്ത കാര്യം പറഞ്ഞുണ്ടാക്കാൻ നോക്കിയത്? ഒരു ഡോക്ടറും അങ്ങനെ പറയില്ലെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. 5 മാസമായ ഒരു പെണ്ണിന്റെ വയറ്റീന്ന് കുഞ്ഞിനെ എടുക്കുന്നത്
അവൾ പ്രസവിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ അപകടം. എന്റെ അമ്മ, ഡോക്ടർ എന്നോട് കുഞ്ഞിനെ എടുത്തു കളയണമെന്ന് പച്ചക്ക് പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ചീരു പ്രസവിക്കുന്നത് അവളുടെ ജീവൻ അപകടമാണെന്ന് പറഞ്ഞ ഞാൻ അവളെ രക്ഷിക്കാനല്ല ശ്രമിക്കൂ. ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് ചീരുവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് അവക്കും അവളുടെ വീട്ടുകാർക്കും ഒക്കെ മനസ്സിലായി. നിങ്ങൾക്കാണോ എന്നെ ഇപ്പൊ സംശയം? ഞങ്ങൾക്ക് ഇപ്പൊ ഉള്ള സംശയം എന്താന്ന് വെച്ചാ നീ ഇങ്ങനെ വെരുകിനെ പോലെ നടക്കുന്ന എന്തിനാന്നാ. ചീരുവിന്റെ കാര്യത്തിൽ ഇപ്പൊ വലുതായി പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. അപകടമൊന്നും കൂടാതെ ഡെലിവറി നടക്കുമെന്നുള്ള വിശ്വാസം ഇപ്പൊ എല്ലാവർക്കും വന്നിട്ടുണ്ട്. പിന്നെ നിനക്ക് മാത്രം എന്താ ഒരു ആശ്വാസം തോന്നാത്തത്? അതൊന്നും നിങ്ങൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചീരുവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് മാത്രമല്ലേ നഷ്ടം. നിനക്ക് മാത്രോ? അപ്പോ അവളുടെ അച്ഛനും കൂടെപ്പറപ്പുകൾക്കൊന്നും ഒരു നഷ്ടവും ഇല്ലേ? ചീരൂരിലെ 2 പൊടി കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെടുമ്പോ വേദനയില്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തറിയാം? അവരെ പിന്നീട് നോക്കണേ ഞാനല്ലേ. ഈ അച്ഛനും കൂടെപ്പറപ്പുകളൊക്കെ എത്ര കാലം ചീരുവിനോർത്തിരിക്കും? അതിപ്പോ ചീരു കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലേ നിനക്ക് സമാധാനമാവുള്ളൂ പറഞ്ഞു വരുന്നേ? അതെ, അല്ലെങ്കിൽ അവളുടെ ഡെലിവറി കഴിയുന്നവരെ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. എന്റെ വിനയ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ച് ഓരോന്ന് വിളിച്ചു പറഞ്ഞ ചീരുവിനും അവളുടെ വീട്ടുകാർക്കും നിന്നോടുള്ള വിശ്വാസം പോവും കേട്ടോ. അതുറപ്പാ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇങ്ങോട്ട് വരുമെന്നുള്ള തീരുമാനത്തിലാ ഇപ്പൊ ചീരു ഉള്ളത്. നീ ഈ പോക്ക് പോയാൽ ചീരു ആ തീരുമാനം മാറ്റിയെന്ന് വരും. എന്തിനാടാ നല്ലൊരു ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നേ? ചീരുവിന് ഒരബദ്ധം വരില്ല. ദൈവം സഹായിച്ച് അവൾ ആ കുഞ്ഞിന് ജന്മം നൽകി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മോനെ. അമ്മ പറഞ്ഞത് ശരിയാ. ചീരു 3ാമത്തെ കുഞ്ഞിനും അപകടമൊന്നും കൂടാതെ ജന്മം നൽകിയേക്കും. പക്ഷെ അവൾക്ക് പിറക്കാൻ പോകുന്ന 3ാമത്തെ കുഞ്ഞും പെൺകുഞ്ഞായിരിക്കുമെന്ന് മാത്രം. എന്തിനാ ഒരു കുടുംബത്തിൽ 3 പെൺകുട്ടികൾ? ഇനിയുള്ള കാലം അവരെ എങ്ങനെ വളർത്തിയെടുക്കും? ഇതെങ്കിലും ഒരു ആൺകുഞ്ഞായിരിക്കുമെന്ന് കരുതിയാ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയത്. ഓഹോ, അപ്പൊ ചീരുവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ല, അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകാതിരിക്കാൻ വേണ്ടിയാ അതിനെ വയറ്റി വെച്ച കൊല്ലാൻ നീ പറഞ്ഞു അല്ലേ? എടാ ദുഷ്ടാ, അപ്പൊ ഡോക്ടർ പറയാത്ത കാര്യം നീ സ്വയം ഉണ്ടാക്കി പറയായിരുന്നല്ലേ? അങ്ങനെയൊന്നും അല്ല അമ്മേ. ചീരു കട്ടലിൽ നിന്ന് വീണതുകൊണ്ട് ഡെലിവറി റിസ്ക് ആണെന്നും അമ്മയ്ക്കും കുഞ്ഞിനും എന്ത് സംഭവിക്കാമെന്നും സ്കാനിങ്ങിന് ശേഷം അവരെന്നെ മാറ്റി നിർത്തി പറഞ്ഞെന്നുള്ള കാര്യം സത്യാ. കൂട്ടത്തില് ഒരു കാര്യം കൂടി പറഞ്ഞു. ഞങ്ങൾക്കൊരു മകൻ ജനിക്കുമെന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് ഡോക്ടർ. മകനോ? ചിലങ്കയുടെ വയറ്റിൽ വളരുന്നത് ആൺകുഞ്ഞാണെന്ന് വിനയനോട് ആരാ പറഞ്ഞേ? ആ ഒരു പ്രതീക്ഷയിലാണോ ചിലങ്കയെ നിങ്ങള് വീണ്ടും തിരിച്ചു വിളിച്ചത്?